ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ അതിര്. ഇതിങ്ങനെ കത്തിച്ചു ഞാൻ. കാരണം തൊട്ടാവാടി ഇതുവരെയായിട്ട് ഒരു കത്തിയോടൊന്നും പണിയെടുക്കാൻ വേണ്ടി മതിലൊക്കെ പൊളിഞ്ഞ് ചാടിയത്. ഇത് പൊളിഞ്ഞ് ചാടിയത് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് പട്ടിട്ട് കത്തിച്ച് ചപ്പൊക്കെ കത്തിച്ച് അത് അതിർത്തി ക്ലിയറാക്കി അതിര് കെട്ടി കൊടുക്കാൻ വേണ്ടി അത് മതിൽ പൊളിഞ്ഞാടിയതായിരുന്നു. ഇതിൻ്റെ നേരെ ലെവല് വേണ്ട. ഇങ്ങനെ കത്തിച്ചപ്പോൾ അതിൻ്റെ ഈ അതിരുമ്പിന് നേരെ നമ്മുടെ പറമ്പിൻ്റെ മുകളിൽ റബ്ബറിൻ്റെ കൊമ്പ് ലേശം ഇല കരിഞ്ഞു ചൂട് തട്ടിയിട്ട്. അതിൻ്റെ അയലക്കാരൻ അംശാന്ന് പറയും, നാണി പാലോളി കശി വേണ്ട കച്ചറ റേഷന് കൊടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അതിൻ്റെ പുറത്ത് ഇവിടെ ഒരു പാമ്പിനെ കണ്ടിട്ട് കുട്ടികൾ ഒരു 5:45 മദ്രസക്ക് പോകുന്നതാണ്, സ്കൂൾക്ക് പോകുന്ന കുട്ടികളുണ്ട്. ഈ പാമ്പിനെടുത്തങ്ങനെ ചവിട്ടിയാലെന്ന് വിചാരിച്ച് ഓൻ്റെ അതിരിൻ്റെ വക്കിന് വേണ്ട അതിനുമൊക്കെ എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്രയും കത്തിച്ച് പുല്ലൊക്കെ കാടൊക്കെ ഒന്ന് ഒതുക്കി അതിനും വേണ്ട കച്ചറ ഉണ്ടാക്കി. 2 പ്രാവശ്യമായിട്ട് വേണ്ട കച്ചറ ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിൽ പറയണമെന്നൊക്കെ പറഞ്ഞോന്നില്ല, ഞാനും പറഞ്ഞു. കാരണം അവൻ്റെ ഒരു തരി മണ്ണതിലേക്ക് പെട്ടിട്ടില്ല. ഞങ്ങൾ കൊടുത്തതാണ് 3 സെൻറ്റ്. അതിൽക്കൂടി ഞങ്ങളെ ഉപകാരത്തിനൂടി വേണ്ടിയിട്ട് 1 സെൻറ്റ് കൊടുത്ത് 3 സെൻറ്റ് സ്ഥലമാണ് ഈ വഴി. അത് ചിലയിടത്ത് 8.5, ചിലയിടത്ത് 9, ചിലയിടത്ത് 10, ചിലയിടത്ത് 12 ഇങ്ങനെയൊക്കെ അടിയാണ്. കാരണം വളവ് കാരണം ഓരോ സ്ഥലത്ത് വണ്ടി തിരിച്ചാൻ കഴിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ട കച്ചറി ഇതാക്കലും പോലീസ് സ്റ്റേഷൻ പോവുകയാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് പല കേസുകളും പറഞ്ഞുകൊണ്ടിരിക്കണം. പോകാം. ഇതിന് മുമ്പ് ഒരു ഏതുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ വീട്ടിൽ പിന്നെ തട്ടുംപുറത്ത് തേങ്ങ ഉണക്കാട്ടിന് പോകും. അപ്പോൾ ഭാര്യ തൊഴിലുറപ്പിന് പോവുകയും ചെയ്തു. മകളിലത് പരീക്ഷയ്ക്കും പോയി. ഈ പോയ കാരണം കൊണ്ട് വീട് പൂട്ടിയിടേണ്ടി വന്നു. നമുക്ക് പണിക്ക് പോകണ മനുഷ്യനല്ലേ, കൂലിപ്പണിക്കാരനല്ലേ. അപ്പോൾ പൂട്ടിയിടേണ്ടി വന്നു. അതിന് ഓന് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഓന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ ഫോണി കൊണ്ടുവന്ന് വെച്ചിങ്ങോട്ട് തട്ടുംപുറത്ത് പരപ്പുറത്ത് കയറി ഉണക്കൊക്കെ ചെയ്യായിരുന്നു. അതൊന്നും ഓന് പറ്റിയില്ല. അതിന് ഓൻ്റെ പെണ്ണുങ്ങളും ഓനോടി കടകടറിഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ആദ്യം തീർന്നാണ്. ഇപ്പോൾ രണ്ടാമത് ഇന്നലെ ഞാനിപ്പോൾ ഈ കത്തിച്ചതിന് വേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. സ്റ്റേഷനിൽ പറയണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൻ്റെ പറമ്പ് ഇങ്ങോട്ട് ചാടുന്ന ചവറും പിന്നെ മുറ്റത്ത് ചാടുന്ന ചവർ അടിച്ചു ഒരു കൂട്ടുകാരിക്കൊക്കെ അല്ലാതെ വേറെ എവിടെ കത്തിക്കുക. ഓൻ്റെ അതിരുമ്പൊക്കെ മുകളിൽ കത്തിച്ചിട്ടുമില്ല. അതിനൊക്കെ തെളിവിലാക്കണം. ഇങ്ങനെ വേണ്ട പ്രശ്നം കച്ചവടമൊക്കെ ആയിട്ട് അനിയനോട് പറയലും എൻ്റെ മക്കളോട് വിളിച്ച് പറയലും ഒക്കെ ആയിട്ട് പലതും ആരോ വിളിച്ച് പറഞ്ഞു. എൻ്റെ മക്കളോട് അഞ്ചനോട് പോയി പറഞ്ഞു. അഞ്ചൻ വന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടും ഇവിടെ ഒന്നും ചാടുന്ന കൊടുത്ത് അവിടുത്താണെങ്കിൽ നമ്മളെ അരികിനെ കത്തിക്കാം, മറ്റത് എൻ്റെ മുറ്റത്ത് കയറുന്നു എൻ്റെ അരികിനെ തന്നെ കത്തിക്കൊള്ളു പറഞ്ഞു. പക്ഷേ വേറെ ഒന്നുണ്ട്, പോലെ മതിലുമക്കും നമുക്കും ഇല്ലേ കത്തിച്ചിട്ടില്ല. അതിനുള്ള തെളിവ് ഇതാകണം. കാരണം അരികക്കില്ല പുല്ലും പച്ചപ്പൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്.